എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. ഞാൻ ഒരു ബുക്കൊക്കെ പിടിച്ചിരുന്നു വന്നേക്കുന്നത് കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ, അതായത് പോസ്റ്റ് ആൻഡ് ബോർഡ്സിൽ ഒരു 2000 ആൾക്കാർ മിച്ചമായി കേട്ടോ, മെമ്പേഴ്സായിട്ട്. അപ്പം മാത്രമല്ല, നമ്മുടെ അത് ഫുൾ മോണിറ്റൈസേഷൻ ആയി കേട്ടോ. സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഈ എല്ലാവരും പറഞ്ഞ പോലെ എൻ്റെ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ മിക്കവാറും ഒരു ഹാഫ് മോണിയൊക്കെ ആവുന്നു. പക്ഷേ എൻ്റെ ഇത് ഫുള്ളായി കേട്ടോ. അപ്പം എൻ്റെ സന്തോഷം അറിയിക്കാമെന്ന് കരുതി കേട്ടോ. ഒരുപാട് സന്തോഷം. വീഡിയോ കണ്ടവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. സ്വന്തം കയ്യാതുകൊണ്ടല്ലേ, ഹൃദയത്തിൻ്റെ ഭാഷയിലാട്ടോ ഞാൻ നന്ദി പറയുന്നത്. അപ്പം ചെറിയ ചാനലുകാർക്ക് ഞാൻ എന്താ ചെയ്തതെന്ന്, ചെറിയ ചാനൽ, അതായത് തുടക്കക്കാർക്ക്, നിങ്ങൾക്കിപ്പം നിങ്ങളുടെ വീഡിയോസ് അങ്ങ് ഒരുപാട് ലക്ഷങ്ങൾ കാണാമെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഇതിനകത്ത് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം, പിന്നെ വാച്ച് അവർ കയറ്റണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് കരുതി കേട്ടോ. അത് അറിഞ്ഞിരിക്കണമെന്നും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നും എനിക്ക് തോന്നി. കാരണം ഇത് ന്യായമായിട്ടുള്ള കാര്യം കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ശരിക്കും സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് ഞാൻ. ഒരുപാട് ഉള്ളിലേക്ക് വലിഞ്ഞ് ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ സമയം എങ്ങനെയൊക്കെ ഒന്ന് പോവുക, പിന്നെ വേറൊരു ഉദ്ദേശമുണ്ട്. മെയിൻ 2 ഉദ്ദേശമായിരുന്നു. അതിലൊരു ഉദ്ദേശം നടന്നു. ഒന്ന് എൻഗേജ്ഡായിട്ടിരിക്കുക എന്നത് എനിക്ക് പ്രധാനമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അതൊന്ന് നടന്നു. പിന്നെ രണ്ടാമത്തെ ആവശ്യം, അത് ഞാൻ ഒരിക്കൽ പറയാം. അത് പിന്നെ നമ്മളൊരു ചാനൽ തുടങ്ങാനായിട്ട് ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് വീഡിയോസ്, പിന്നെ മോണിറ്റൈസേഷൻ, ഹാഫ് മോണിറ്റൈസേഷൻ, ആഡ്സ്, പിന്നെ ലോങ് വീഡിയോസ്, ഷോർട്സ്, പിന്നെ എന്താ ഉള്ളത്, ഷോർട്സ്, വാച്ച് അവർ, പ്രമോഷൻ, ഇതൊക്കെ എന്താണെന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൃത്യമായ രീതിയിൽ ചാനൽ തുടങ്ങുക. ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ എല്ലാ സെറ്റിങ്സും നമ്മൾ വായിച്ച് നോക്കുമ്പോൾ ഏത് ഓണാക്കണം ഏത് ഓണാക്കണ്ട എന്ന് ഏകദേശം ഒരു ധാരണ നമുക്കുണ്ടാവും. അപ്പം അതാദ്യം ചെയ്ത് കൊടുക്കുക. കസ്റ്റമൈസേഷൻ, നമ്മളിപ്പം ചാനലിൻ്റെ പേരൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് ആളുകൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ ഈ യൂട്യൂബിൻ്റെ എല്ലാ സാധ്യതകളും, ഇത് എന്താ അതിൻ്റെ അകത്തുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ഉപകാരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. നമ്മളതെല്ലാം ഓക്കെ ആക്കി എടുക്കുക. മനസ്സിലായോ? അത് കഴിഞ്ഞ് കഴിയുമ്പം കൃത്യമായിട്ട് വീഡിയോ ചെയ്തിരിക്കുക. ഞാനൊക്കെ ആദ്യം വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അറിയാലോ, ലോങ് വീഡിയോസ് ചെയ്തു, ഷോർട്സ് ഇടാൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇതെനിക്കൊരു എഡിറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, എഡിറ്റിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നീട് ഞാൻ തനിയെ പഠിക്കുമായത്. അത് കഴിഞ്ഞ് ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം ഞാൻ ലോങ് വീഡിയോസ് ചെയ്യാത്ത ദിവസം ഒരു 3 ഷോർട്സേലും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് ഒരു വീഡിയോ ഞാൻ പ്രമോഷന് കൊടുത്തു. അതിൽ ഒരു 30 ദിവസത്തെ പ്രമോഷനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് യൂട്യൂബിൻ്റെ തന്നെ പ്രമോഷനാണ്. നിങ്ങൾ ഒരാൾക്കും പൈസ കൊടുത്ത് വ്യക്തികൾക്ക് പ്രമോഷന് കൊടുക്കരുത്. അത് നിങ്ങൾ ഇത് ഓർത്തിരിക്കണം. വ്യക്തികൾക്ക് ഒരു കാരണവശാലും പ്രമോഷന് കൊടുക്കരുത്. ഈ യൂട്യൂബ് പ്രമോഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജനങ്ങളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിക്കും. അതായത് നമ്മൾ സബ് ചെയ്ത ചാനലിൻ്റെ വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന പോലെ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക്, അവർ കാണുന്ന വീഡിയോസ് നമ്മുടെ ടൈപ്പ് വീഡിയോസാണ്, അവരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിക്കും. അപ്പോൾ അവർക്കത് ഇഷ്ടമുണ്ടെങ്കിൽ അവർ സബ് ചെയ്യും. ഇതാകട്ടോ, അവരിലേക്ക് യൂട്യൂബാണ് എത്തിക്കുന്നത്. അല്ലാതെ വ്യക്തികൾ കുറച്ച് പേരെ കുത്തിയിരുത്തി മൊബൈൽ ഐഡികൾ ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രമോഷന് കൊടുത്താൽ യൂട്യൂബിന് തന്നെ കൊടുക്കുക. മനസ്സിലായി? നിസ്സാര സംഭവമുള്ളൂ. ഒരു ഗൂഗിൾ പേയോ അല്ലെങ്കിൽ പേടിഎം ഒക്കെ ഉണ്ടെങ്കിൽ സംഭവം നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്ന്. ഇനിയും അടുത്തതന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. നമ്മളത് അനലിറ്റിക്സിൽ പോയി അതിൻ്റെ എന്താ പറയുക, ഏത് ടൈമിലാണ് ഈ വീഡിയോ കൂടുതൽ വ്യൂസ് വരുന്നതെന്ന് നമ്മളത് വ്യക്തമായിട്ട് നോക്കുക. പിന്നെ YT സ്റ്റുഡിയോന്ന് നമുക്ക് ആഴ്ചയിൽ ഒരു ചെറിയൊരു ടാസ്ക് പോലെ ഒരു സംഭവം തരും. അതായത് എന്ത് പറഞ്ഞാൽ യുവർ വീക്കിലി റീക്യാപ്പ് ഇസ് റെഡി എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു മെസ്സേജ് വരും. നമ്മളത് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ആഴ്ച അപ്ലോഡ് ചെയ്ത വീഡിയോസ് എത്ര വ്യൂസ് കിട്ടി, എത്ര ലൈക്ക് കിട്ടി,
എത്ര ഷെയർ, അത് ഹോം പേജിലേക്ക് പോയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇടയ്ക്ക് ഒരു ചെറിയൊരു ടാസ്ക് പോലെ നമുക്ക് വരും. ഏറ്റവും കൂടുതൽ ഈ ആഴ്ച എത്ര ലൈക്ക് കിട്ടി, അല്ലേ ഈ ആഴ്ച ഏറ്റവും കൂടുതൽ പോയ വ്യൂസ് കിട്ടിയ വീഡിയോസ് നമ്മളൊന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണെങ്കിൽ അവർ ഓക്കെ പറയില്ലെങ്കിൽ അത് അവർ ശരിയാക്കി തരും. ലാസ്റ്റ് ഇനിയിപ്പം പിന്നത്തെ ആഴ്ച നെക്സ്റ്റ് വീക്ക് നമുക്കൊരു ടാസ്ക് ഉണ്ട്, അത് ഇതേപോലെ തന്നെ സെയിം സാധനം. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഴ്ച ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഈ വീഡിയോയുടെ എല്ലാ ന്യൂസും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ വീഡിയോ YT സ്റ്റുഡിയോന്ന് നമുക്ക് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ കിട്ടിയോ എന്ന് അറിയാനായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞൊരു പിറ്റേ ദിവസമൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതറിയാൻ പറ്റും എത്ര റെക്കമെൻഡേഷനിലേക്ക് പോയി എന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അത് നമുക്ക് യൂട്യൂബ് പോലെ തന്നെ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് YT സ്റ്റുഡിയോ, മനസ്സിലായോ? അത് മസ്റ്റായിട്ട് നമ്മളിടയ്ക്ക് കയറി നമ്മളത് ചാനൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ തുടക്കമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറിയില്ല, നമുക്ക് ഭയങ്കര ടെൻഷനാവും. എന്തിൻ്റെ പേരിലാണെങ്കിൽ നമ്മൾ ഓരോന്ന് കയറുമ്പോഴും ഭയങ്കര ഹാപ്പിയാവും, കയറിയില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അപ്പം നമ്മൾ എന്നാ ചെയ്യും, വലിയ ചാനലുകാരുടെ അടിയിൽ പോയി ഒന്നിച്ച് മുന്നേറാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇടുന്നുണ്ട്. ഒരു കാരണവശാലും അത് ഇടരുത്. ഇട്ട ചാനലിനും ദോഷമാണ്, നമുക്കത് ഏറ്റവും ദോഷമാണ്. കാരണം അവർ ഒന്നിച്ച് മുന്നേറാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സബും കൊടുക്കും, നമ്മളിങ്ങനെ ഇരിക്കുകയുള്ളൂ, അവരത് വിട്ടിട്ട് പോവുള്ളൂ. നമുക്ക് ഈ സബ് കൂടുമെന്നല്ലാതെ വ്യൂസ് ഒന്നും കൂടത്തില്ല. ഒരു കാരണം ഞാനൊരു ഏതോ ഒരു 2 എണ്ണത്തിനെങ്ങാണ്ട് ചെയ്ത് പിന്നീട് മനസ്സിലായി ഒന്നിച്ച് മുന്നേറാമെന്ന് ഞാൻ കമൻ്റ് ഇട്ടില്ല, നമ്മൾ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് മനസ്സിലായി ചെയ്യുന്നത് മോശമാണ്, അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നി കേട്ടോ. പിന്നെ അതൊരിക്കലും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ കിട്ടുന്ന സബ്ബൊന്നും കുറച്ച് കഴിയുമ്പോൾ അത് സ്പാമായി പോവുള്ളൂ കേട്ടോ. അത് നമ്മൾ പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് 1000 സബ്ബായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ലോങ് വീഡിയോസിലേക്ക് ഷോർട്സ് വേണ്ടെന്നല്ല കേട്ടോ, ലോങ് വീഡിയോസിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കേട്ടോ. എന്നാലേ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു 3000 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഹാഫ് മോണിറ്റൈസേഷൻ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ബാങ്ക് ID നമ്മുടെ ID ഒക്കെ കറക്റ്റായിട്ട് ഒരു തെറ്റുമില്ലാണ്ട് ചെയ്യുക. ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന Gmail ID അതിൻ്റെ പാസ്വേഡും മറന്നു പോകാണ്ടിരിക്കുക, മനസ്സിലായോ? അത് പാസ്വേഡ് അല്ല പിന്നെ അത് ഫോർഗോട്ട് അടിച്ചാൽ മതിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി തൊത്തപ്പാടാണ്, മനസ്സിലായോ? അതെനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇത് രണ്ടും മറന്നോ അല്ലെ എഴുതി വെക്കുക, മനസ്സിലായോ? അതുകൊണ്ട് ഹാഫ് മോണിറ്റൈസേഷൻ മസ്റ്റായിട്ട് ചെയ്യുക. അതിന് കാരണമുണ്ട്. അതായത് നമ്മൾ ഹാഫ് മോണി ചെയ്യുമ്പം ഇവർക്ക് ഈ നമ്മുടെ വീഡിയോസ് മുഴുവൻ നോക്കാനായിട്ടൊരു സമയം കിട്ടും. ഇതിൻ്റെ അകത്ത് കോപ്പിറൈറ്റുള്ള മ്യൂസിക് ഉണ്ടോ, ഇപ്പം പിന്നെ എല്ലാം AI ആയതുകൊണ്ട് കോപ്പിറൈറ്റുള്ള മ്യൂസിക് എന്ത് വന്നാലും അപ്പടിച്ച് കിട്ടും കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ടെൻഷനാണ്. പക്ഷേ ചാനലൊന്ന് ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആയി വരുന്ന കഴിയുമ്പോഴത്തേനും ഹാഫ് മോണി ചെയ്യുന്നത് അതിൻ്റെ അകത്ത് കിട്ടുന്ന ആഡ്സിൻ്റെ ഇൻകമെന്നോ അല്ലെ സൂപ്പർ ചാറ്റ് ഇതൊന്നും അല്ല. ഇതിലല്ല കാര്യം, നമ്മുടെ ചാനൽ അവർ ചെക്ക് ചെയ്ത് നമ്മൾ അന്നേരത്തേനും 1000 വാച്ച് അവർ കൂടെ ആയിക്കഴിഞ്ഞാൽ 4000 ആവുമല്ലോ. അപ്പം പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവും. നിങ്ങൾ ശ്രദ്ധിക്കണം, 3000 ഹാഫ് മോണി ചെയ്തു, 3400 അങ്ങാണ്ടായപ്പോഴാണ് ഹാഫ് മോണി ചെയ്ത്. അത് കഴിഞ്ഞ് 4000 ഒരു 3-ാം ദിവസമാണ് 2-ാം ദിവസമാണ് എനിക്ക് ഡോളറിൻ്റെ സിമ്പിൾ തിരിഞ്ഞു കേട്ടോ. അതിശയമാണ്. അപ്പോൾ ഹാഫ് മോണി ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫുൾ മോണി ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ ഇതൊരു 1.5 മാസം ഇതങ്ങ് ഡിലേ ആവും എന്നാണ് പറയണത്, മനസ്സിലായി? എല്ലാം ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിത് ഭയങ്കര ഭാഗ്യമായിട്ട് ഓർക്കും കേട്ടോ. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു, അമ്മ ആശുപത്രിയിലായിരുന്നു. അപ്പോൾ പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഡോളറിൻ്റെ സിമ്പിൾ കണ്ടേക്കുന്നത് കേട്ടോ. നിങ്ങളെന്തായാലും എൻ്റെ ഡോളറിൻ്റെ സിമ്പിൾ വന്നേക്കുന്നത്. പിന്നെ എനിക്ക് അതിൻ്റെ അകത്ത് ഡോളർ കയറുകയും ചെയ്തു കേട്ടോ. ഈ താങ്ക്സ് തരുന്ന സംഭവത്തിൽ നിന്ന് എനിക്ക് എത്തിന്ന് കുറച്ച് ഡോളർ കയറിയിട്ടുണ്ട്. 5.25 ഡോളർ. ഫുൾ മോണിറ്റൈസേഷൻ എനിക്ക് 3-ാം ദിവസം 4000 വാച്ച് അവറായി കഴിഞ്ഞപ്പോൾ 2-3 ദിവസത്തിനകം എനിക്കത് എൻ്റെ സിമ്പിൾ വന്നു കേട്ടോ. അപ്പം എല്ലാവരും പറയും ആഴ്ചയിൽ ഒരു വീഡിയോസ് അല്ലെങ്കിൽ 2 വീഡിയോസൊക്കെ ഇട്ടാൽ മതി എന്നൊക്കെ പറയും. അത് പറയാൻ എന്നാണെന്നറിയോ, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് എൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു. അപ്പം ഞാനത് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ ചിലപ്പോൾ അവർ നോക്കിയിരിക്കുന്ന വലിയ ചാനലുകാരുടെ ആയിരിക്കാം. കാരണം അവർക്ക് ഹോം പേജിൽ കിടന്ന് ഓടാനായിട്ട് അവർക്ക് സൂപ്പർ ഹിറ്റായ കുറേ വീഡിയോസ് അവരുടെ കയ്യിലുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് അവരുടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അവർക്കിപ്പോൾ ഒരാഴ്ച വീഡിയോ ഇട്ടില്ലെങ്കിൽ അവർക്കൊരു പ്രശ്നമില്ല, പെട്ടെന്ന് അവർ ഷോർട്സ് എടുത്തിട്ടുണ്ട്. കാരണം അവരൊക്കെ ഷോർട്സ് ഇടുന്ന കണ്ടിട്ടില്ല. ഒരു ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഷോപ്പിങ്ങിന് പോകാൻ തീരുമാനിക്കുന്നൊരു വീഡിയോ ഇടുന്നു, അത് കഴിഞ്ഞ് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നു, അലമാരിയിൽ നിന്ന് എടുക്കുന്നു, അത് കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് കറങ്ങുന്നൊരു വീഡിയോ. അങ്ങനെ ഫാമിലി ചാനൽ, സൂപ്പർ ഹിറ്റായ ചാനലുകാരെല്ലാം ഒരു ഷോപ്പിംഗ് ബ്ലോഗിൻ്റെ അകത്ത് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 ഷോർട്സ് അതിൽ നിന്ന് തന്നെ അവരെടുക്കും. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ ചെറിയ ചാനലുകാരല്ലേ, അപ്പം നമ്മളത് ഏതെങ്കിലും ഒന്ന് ക്ലിക്കാവട്ടെ എന്ന് ഓർത്ത് കരുതി നമ്മൾ മാതാവിയെ കത്തോണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് അപ്ലോഡ് ചെയ്യുക. മനസ്സിലായോ? അതുകൊണ്ട് വീഡിയോയ്ക്കൊരു എന്നാ പറയുക, ഒരു കൃത്യനിഷ്ഠത നമുക്ക് പാലിക്കണം. സമയം ഇപ്പോഴാണെങ്കിൽ ഏത് സമയത്താണോ വ്യൂസ് കൂടുതൽ വരുന്നത്, എനിക്ക് തോന്നുന്നു വ്യൂസ് കാണുന്നത് ആൾക്കാർ ഒരു 11 മണി ടു ഒരു 3 മണിക്ക് ഇടയ്ക്കും, പിന്നെ ഒരു 7 മണി അല്ലെ 8 മണി മുതൽ ഒരു 9 മണി 10 മണി വരെയൊക്കെ ആയിരിക്കും ആൾക്കാർ വീഡിയോസ് കാണുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം അല്ലാത്ത സമയത്തൊക്കെ ഒരു പിള്ളേർ സ്കൂളിൽ പോകുന്ന തിരക്ക്, പണി, അടുക്കളപ്പണി, അതിൻ്റെ ഒരു തിരക്കൊക്കെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണ് സംഭവം. പിന്നെ നമ്മൾ അല്ലെങ്കിൽ എനിക്കൊരു ഫോണില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡില്ല, എനിക്ക് എടുത്തു തരാൻ ഒരാളില്ല എന്നൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട കേസില്ല കേട്ടോ. കുക്കിംഗ് ചാനലാണെങ്കിൽ ഒരാൾ എടുത്തു തരേണ്ട കേസില്ല. എനിക്ക് ഇത്രയും പരിമിതികളേ ഉള്ളൂ. എനിക്ക് ഹസ്ബൻഡ്, അതായത് പട്ടറിക്ക്, എൻ്റെ ഹസ്ബൻഡ് പേരാട്ടോ പാട്ടിക്ക്, പുള്ളി അങ്ങനെ വലിയ സപ്പോർട്ടൊന്നും അല്ല കേട്ടോ, ഏണേ പോട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പം ഈ ഡോഗ്സിൻ്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളവിടെ കിടപ്പുണ്ട് കേട്ടോ. ഉള്ള വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇതുങ്ങളുടെ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതൊരു ആകർഷണം ഉണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ സൗണ്ട് കൂടെ ആകുമ്പോൾ പിന്നെ എല്ലാം കൂടെ ഒത്തു വന്നു. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു കളിക്കലോ അല്ലെങ്കിൽ എടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു വീഡിയോ മൂന്നാമതൊരാൾ എടുത്ത് തന്ന് രണ്ടാമതൊരാൾ എടുത്തു തന്നു കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് ഭയങ്കര ഭംഗിയായിരിക്കും. മനസ്സിലായോ? അതെനിക്കില്ലാത്തതുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഇത്രയും ഇതായി പോകുന്നത്. സാരമില്ല. അപ്പം എന്നാലും ഞാനിത് ഇത്രയും കയറ്റിക്കൊണ്ടുവന്നത് പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അതായത് അവർ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ല അവർ പ്രതീക്ഷിച്ചേക്കുന്നത്. അവർ നോക്കിയപ്പോൾ ഞാൻ ഹാപ്പിയല്ലേ. അപ്പം മോള് പറയുമ്പം അമ്പടി കള്ളി ഇത് എപ്പോൾ ഒപ്പിച്ചു, ആ ഒരു ടോണിലാണ് അവൾ സംസാരിക്കുന്നത് കേട്ടോ. ഭയങ്കര വാശിയില്ല. അപ്പം മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റായല്ലോ സിന്ധുക്കുട്ടിയെ, ആ ഒരു വൈബിലാണ് അവനെ കേട്ടോ. പൊളിക്കൂല്ലോ, മനസ്സിലായി? ആ ഒരു വൈബ് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ ഒരു ഓസ്കാർ കിട്ടിയ ഒരു സന്തോഷം. ഇത്രയും പെട്ടെന്നായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നോക്കുമ്പോൾ ഒത്തിരി വർഷങ്ങളായവർ ചെയ്തിട്ടും ആകാത്തവർ ഒത്തിരി പേരുണ്ടാവുമല്ലോ. അപ്പം ഇവർക്കത് അതിശയം. അപ്പം ഞാൻ നന്നായിട്ട് അത്യാവശ്യം കഷ്ടപ്പെട്ടു. എഡിറ്റിങ്ങിൻ്റെ ഈ ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് എനിക്കൊരു ഐഡി പോലും ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഐഡി ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, പ്ലേലിസ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചു, വാട്സപ്പ് അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇതിൽ നിന്നാണ് പഠിച്ചത്. പിന്നെ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് എനിക്കറിയത്തുള്ളൂ കേട്ടോ. അതായത് കളറ്, അതായത് കുറച്ചുകൂടി ഒന്ന് സുന്ദരമാക്കാനോ അല്ലെങ്കിൽ കുറച്ച് മേക്കപ്പ് ഇടാനോ ഒന്നും എനിക്കറിയത്തില്ല. ഷോർട്സ് ഇതിൻ്റെ ഓരോ ഇത് കൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഒന്നിച്ചാക്കി ആവശ്യമില്ലാത്ത കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് മെർജ് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വോയിസ് കൊടുക്കുക എന്നത് മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് എന്നാ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊബൈലിൽ അത്ര ക്ലാരിറ്റി ഇല്ലാത്ത ആൾക്കാർ എന്നാ ചെയ്യേണ്ടതെന്ന് പറയുക, മൊബൈൽ വീഡിയോ എടുക്കുമ്പം ഒരു 4K ഇട്ടെടുക്കുക. മനസ്സിലായോ? അതിൻ്റെ ബാക്കി വശമൊന്നും എനിക്കറിയത്തില്ല. എനിക്കിത് 4K ഇട്ട് വെച്ചേക്കുന്നത് എൻ്റെ മൊബൈലിൽ നല്ല ക്ലാരിറ്റി ഉള്ളതാണ്. ഏതാണെന്ന് എനിക്കറിയത്തില്ല. 10,000 രൂപ വിലയുള്ളതായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വേറൊരു ഫോണിൽ എടുക്കാൻ എനിക്കറിയാം കേട്ടോ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഇത് ക്ലാരിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാരിറ്റി ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്യാമറയൊക്കെ ഒന്ന് തുടച്ചിട്ട് 4Kയിലാക്കി വെച്ചേക്കുക. അപ്പോൾ വീഡിയോസിന് ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ദൂഷ്യവശമൊന്നും എനിക്കറിയത്തില്ല, എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. എനിക്കതെല്ലാം സെറ്റ് ചെയ്ത് തന്നേക്കുന്നത് കേട്ടോ. പിന്നെ പരമാവധി ബാക്ക് ക്യാമറയിൽ എടുക്കുക, കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി കിട്ടും. ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രണ്ട് ക്യാമറയിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഏത് സബ്ജക്റ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ധാരണ ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കുക്കിംഗ് ആണ്, കുക്കിങ് ഇതിന് വേണ്ടി ചടച്ചു കുത്തി ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കൃഷിയാണോ ഇഷ്ടം, കൊച്ചുമായിട്ടുള്ള നമ്മുടെ പീക്കിരി പിള്ളേരുണ്ടാവില്ല, അവരുമായിട്ടുള്ള ഇതാണോ ഇഷ്ടം, അതല്ലെങ്കിൽ ഡോഗ്സ്, പെറ്റ്സ്, ഗാർഡനിങ്, എന്തും ആയിക്കോട്ടെ, അത് നമുക്ക് മടുപ്പില്ലാതെ ചെയ്യാനായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു സംഭവമായിരിക്കണം. എൻജോയ് ചെയ്യുകയും ചെയ്യണം. അപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോ ചെയ്തും മടുക്കത്തില്ല. മനസ്സിലായി? പിന്നെ നമുക്ക് ചെയ്യാനുള്ളൊരു ഇതാവും. കൊച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ ഒരു പൂവേലിങ്ങനെ നോക്കി തന്നെ വീഡിയോ പിടിച്ചിട്ട് ഒരു പാട്ട് വിട്ട് കഴിഞ്ഞാൽ അതൊന്നും ക്ലിക്കാവില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ക്രിയേറ്റിവിറ്റിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്രിയേറ്റിവിറ്റി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം എനിക്കിത് കയറ്റിക്കൊണ്ട് വരാൻ പറ്റി
എന്നുള്ളതാണ്. അതായത് എന്നെ ശരിക്കറിയാവുന്ന എൻ്റെ 2 പിള്ളേർക്ക് അവർ നോക്കുമ്പോൾ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയത് അറിയാവുന്നവർക്ക് മനസ്സിലാവും. എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്തേലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? ഒരുപാട് ചെയ്യാൻ പറ്റും. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ തരുന്ന വാക്ക് ഉറപ്പാണ്. അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ സ്ത്രീകളൊക്കെ ചെറിയൊരു ഇൻകം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം ലക്ഷങ്ങൾ നമുക്ക് ഒരാവശ്യത്തിന് ഇപ്പോൾ ചോദിക്കുമ്പോൾ എടുത്ത് തന്നാലും നമുക്ക് ചോദിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാവരും ഞാൻ ചുമ്മാ തുടങ്ങിയതാന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇൻകം നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കും. കിട്ടിയിരുന്നെങ്കിൽ എന്താ മനസ്സിലായി, അത് നിങ്ങളെ കൊണ്ട് പറ്റും. ചെറിയ കാര്യമുള്ളൂ. യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം വലിയ സംഭവമാണ്. ഇതിൽ നിന്ന് ഒരുപാടങ്ങ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ കയ്യിൽ ഒരു ഫോണുണ്ടെങ്കിൽ, നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. പിന്നെ എന്തായാലും നമുക്കൊരു എന്നാ പറയുക, ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നന്ദി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം കേട്ടോ. പിന്നെ എഡിറ്റിങ് ചെറുതായിട്ട് കളഞ്ഞിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ തീർത്തും എഡിറ്റിങ് അറിയത്തില്ലാത്തവർക്ക് ഞാൻ ചെയ്യുന്ന ബേസിക്ക് ഞാൻ വേണേൽ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് തരത്തില്ല. സ്ക്രീൻ റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ വേറൊരു മൊബൈലിൽ വീഡിയോ എടുത്ത് ഇന്ന പോലെ പറഞ്ഞ് ഞാൻ ചെയ്യാം. ഞാൻ VN ചെയ്യുന്നത് കേട്ടോ. VN ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് എളുപ്പം. അതാണ് എനിക്ക് ഏറ്റവും എളുപ്പം. അപ്പം ഞാൻ വേണം അത് ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ വലിയ വലിയ ആൾക്കാർ കാണണ്ട കേട്ടോ. കാരണം ആ എഡിറ്റിംഗ് കാണുമ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയാണ് ഈ പെണ്ണുമ്പിള്ള തള്ളി മറിച്ചത്. അതല്ല കേട്ടോ, എനിക്കിതിൻ്റെ ബേസ് മാത്രമേ അറിയാവുള്ളൂ. ആ ബേസ് പഠിപ്പിക്കാൻ ഞാൻ മനസ്സിലായി. പിന്നീട് നിങ്ങൾ അതിൻ്റെ പരീക്ഷണങ്ങൾ ചെയ്തോ. കാരണം നിങ്ങൾക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സൂത്രമൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പം ഞാൻ ഇതാവും. അപ്പോൾ എനിക്കത് സന്തോഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടതിൻ്റെ മുന്നേ എനിക്കിത് പഠിക്കാൻ പറ്റുമോ, എനിക്ക് പേടിയായിരുന്നു. ഇപ്പോൾ ഒന്നാമത് മൊബൈലും ലാപ്ടോപ്പൊക്കെ എനിക്ക് പേടിയായിരുന്നു. ഇപ്പോഴൊന്ന് പേടി മാറി വരുന്നേ ഉള്ളൂ. എന്നാൽ ലാപ്ടോപ്പ് ഞാൻ തൊട്ട് വലിയധികം കളിക്കാറില്ല. അപ്പം അറിയത്തില്ലാത്തവർക്ക് ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് തുടങ്ങി വയ്ക്കുക. ഒരു ചാനൽ തുടങ്ങി വയ്ക്കുക. ചെറിയ ഷോർട്സൊക്കെ ഇട്ട് തുടങ്ങുക. ഒരെണ്ണം ക്ലിക്കായാൽ മതി. മനസ്സിലാവും. ഒറ്റൊരു വീഡിയോ ക്ലിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ കയറും. ഇവിടെ ചെറിയൊരു വരുമാനം കിട്ടിയാൽ മതി. മനസ്സിലായോ? നമുക്കത് കുടുംബത്തിനും അല്ല നമുക്ക് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ചെയ്ത് തുടങ്ങിക്കോ. ഇനിയിപ്പോൾ എല്ലാം മൊത്തം ഒരു ഓൺലൈൻ യുഗ വരാൻ പോകുന്നത്. മനസ്സിലായോ? ജീവിക്കാൻ എനിക്കൊരു കോൺഫിഡൻസ് പതിയെ കിട്ടിയത് എൻ്റെ കുട്ടീസൊക്കെ ഭയങ്കര ഹെൽപ്പാട്ടോ. എനിക്കൊന്ന് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ഓരോ മൊമെൻറ്റ്സും എനിക്ക് ഹാപ്പിയായി. എനിക്കറിയാം എനിക്ക് ഇന്ന സമയം ഇന്നത് വരുമെന്ന് എനിക്കറിയാമെങ്കിലും അതിലും എനിക്ക് സന്തോഷിക്കാൻ ഇവരെനിക്ക് ഒരുപാട് കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രാണനേക്കാളും പ്രാധാന്യം ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് തുടങ്ങിക്കോ. ധൈര്യം എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് തുടങ്ങി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരുടെ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്തോ, ഫുൾ സപ്പോർട്ട് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒന്നിച്ച് സപ്പോർട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇടുന്നത് അത് വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സംസാരം ഉണ്ടല്ലോ, ആ സംസാരമുള്ള വീഡിയോസ് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായി? എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥ. എനിക്ക് തിരിച്ച് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പം ഇപ്പം പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകുന്നത്. അത് അങ്ങനെ ആയിപ്പോയി. മനസ്സിലായത് ജന്മനാ ഉള്ള ഒരു ഗുണമാണ്. അതുകൊണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടാൽ കേട്ടോ. അതുകൊണ്ട് ചാനൽ തുടങ്ങുക. സക്സസ് ആകാൻ പറ്റുമെന്ന് 100% ഉറപ്പാട്ടോ. അതുകൊണ്ട് അപ്പോൾ എന്നാൽ ഇനിയിപ്പോൾ യൂട്യൂബ് വെച്ച് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ഇടയ്ക്ക് കട്ട് ചെയ്ത് നമുക്ക് വീഡിയോസ് ഉണ്ടാക്കാം കേട്ടോ. എന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇച്ചിരി അങ്ങ് നീട്ടിപ്പരത്തി പറയാതെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാനങ്ങനെ പറഞ്ഞ, അതായത് ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാകണം എന്നെൻ്റെ ഉള്ളിൽ പതിയായ ആഗ്രഹമുണ്ട്. അതാണ് ഞാനിങ്ങനെ നീട്ടി പറയുന്നത് കേട്ടോ. എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷമായില്ല കേട്ടോ. ഒരു ഓഗസ്റ്റ് 22-നെങ്ങാണ്ടാണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷമായില്ല, 10 മാസം 11 മാസം ആയേ ഉള്ളൂ കേട്ടോ. അന്നേരത്തിന് ഇതെനിക്ക് ആക്കിയെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഒരു കംപ്ലൈൻറ്റും ഇല്ലായിരുന്നു കേട്ടോ. കൂടുതലും ഞാൻ വോയിസ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലാതെ മ്യൂസിക് കൊടുക്കാൻ എനിക്കറിയത്തില്ല. അതാണ് അതിൻ്റെ അകത്തെ സത്യം. എന്നാൽ പിന്നെ ഈ സൗണ്ട് ആൾക്കാർ കേട്ട് ബോറടിക്കേണ്ട ഒരു ആകർഷണമൊന്നും ഇല്ലല്ലോ എന്നെനിക്കറിയാം. സമാധാനിപ്പിക്കാൻ നല്ലതാരും പറയണ്ട, എനിക്കറിയാം. മനസ്സിലായോ? അതുകൊണ്ട് ഞാനെന്നാൽ
വെറുതെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തേക്കാന്ന് ഓർത്തോണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തു. അപ്പം എനിക്ക് കിട്ടി കോപ്പിറൈറ്റ്. അന്നേരം ഞാൻ പ്രൈവറ്റാക്കി വെച്ചു കേട്ടോ, വേറെ ഒന്നും ചെയ്യാൻ നോക്കില്ല. അന്നേരം പ്രൈവറ്റാക്കി വെച്ചു. അതിപ്പോഴും അതിൻ്റെ അകത്തുണ്ട് കേട്ടോ, ചാനലിൽ ഉണ്ട്. അതുകൊണ്ട് പരമാവധി നമ്മൾ വോയിസ് കൊടുക്കുക. അല്ല പിന്നെ YT സ്റ്റുഡിയോയുടെ മ്യൂസിക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിയാവുന്നവർ ആഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ചാനലിൽ മിസ്റ്റേക്കുകളൊന്നും ഇല്ലായിരുന്നു. അത് നല്ല കാര്യമായിട്ടെ, എനിക്കത് ഒരുപാട് ഗുണം ചെയ്തു കേട്ടോ. എൻ്റെ അറിവില്ലായ്മ എനിക്കത് പോസിറ്റീവായിപ്പോയി. അതാട്ടോ ഞാൻ പറഞ്ഞേ. പിന്നെ ഞാൻ യൂട്യൂബിൻ്റെ പോളിസിയും YT സ്റ്റുഡിയോയൊക്കെ കറക്റ്റായിട്ട് ഞാനത് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ പരമാവധി ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഒരു 7-8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഈ 2-3 അല്ലെങ്കിൽ 5 മിനിറ്റുള്ള വീഡിയോസ് 1000 അല്ലെ 2000 വ്യൂസ് കിട്ടുന്നതിനേക്കാളും ഏറ്റവും നമുക്ക് ഗുണമെന്ന് പറയുന്നത് ഒരു 7-8 അല്ലെ 10 മിനിറ്റുള്ള വീഡിയോസ് ഒരു 200-250 വ്യൂസ് വരുന്നതാണ് നമുക്കതിൻ്റെ അകത്ത് ഏറ്റവും ഗുണമുള്ളത് കേട്ടോ. അതായത് ഒരു മോണിറ്റൈസേഷൻ ആയവർക്കാണെങ്കിൽ അതിൻ്റെ അകത്ത് ആഡ്സ് കയറാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഞാനൊരു എൻ്റെ വീഡിയോസ് കണ്ടാൽ അറിയാം, കുറേ കഴിഞ്ഞപ്പോൾ മുതൽ അത്യാവശ്യം ലോങ് വീഡിയോസാണ് ഞാനിടുന്നത് കേട്ടോ. അപ്പം ഇതെല്ലാവരും ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റാകാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.